ഹലോ. ആ മാഷേ, ഞാൻ വീട്ടിലില്ല മാഷേ. ഞാനുണ്ട്, നമ്മളെ കൽവെട്ടിൻ്റെ അടുത്തുണ്ട്. അതെയാ, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നാല് ഞാനുണ്ടാവും. ആ ഓക്കെ ഓക്കെ, ശരി ശരി. ആ ആരുടേക്ക്? നമ്മളെ വിജയ മാഷ്, ഇവന്റെ ശത്രു. വിജയ മാഷ? ആ ആ അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പോന്ന്. അതെന്തരാ അയാൾക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാന്ന്? ഏടെ കണ്ടാലാണ് ഇൻസൾട്ട്. അത് ആൾക്കാരുണ്ടോ ഇല്ലയോന്നൊന്നും നോക്കിയില്ല അയാള്. വേറെ കച്ചറാന്ന്. വേറെ കോമഡി ഉണ്ട് ഞാനേട്ടാ. പണ്ട് വിജയമാഷ് നമുക്ക് കലോത്സവത്തിന് നാടകം എടുത്തു. ആ നാടകത്തിൽ ഇവന് കാക്കര വേഷം, ഇവന് കൊക്കിന്റെ വേഷം. അതിനുശേഷം ഇവന് അയാളെ കണ്ണടത്താൻ കണ്ടുകൂടാ. അതെന്റെ കളർ കണ്ടിട്ട് അയാൾ തന്നത്. അതന്നേ എനിക്ക് മനസ്സിലായി. ആരണ്ടാ നമ്മ മൂന്നാൾ ഒന്നിച്ചു പിടിച്ച്. എന്നോട് നല്ല സ്നേഹം, ഇവനോട് എന്തെന്ന് അറിയില്ല. അഗി വരുന്നുണ്ട് അയാള്. ഒന്നോ മാഷേ. ആ മാഷേ, നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ. ഇയാളെ എനിക്ക് വലിയൊരു പരിചയം കാണുന്നില്ല. ഞാൻ വെള്ളിക്കോത്ത് മാഷ വീട്. വെള്ളിക്കോത്ത് എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ചാലിങ്കാലി എംസാന്റെ ബിസിനസ്. അതെ അതെ. അത് ശരി. കുട്ട എന്ത് പരിപാടി ഇപ്പോ? ഞാൻ തെങ്ങുമ്പ കയറുന്ന മാഷെ. തെങ്ങുമ്പ കയറുന്നേ? നല്ല വരച്ചാലെന്നെ. ഇവരെ മൂന്നാളി ഞാൻ പഠിപ്പിച്ചാണ്. ഓ അതേലോ മാഷേ. ആ ഈ രണ്ടാളും നല്ല പഠിച്ച ഉദ്യോഗത്തിലായി. ഇവനിപ്പോഴും തെങ്ങിന്റെ മോള്. എങ്ങനെയുണ്ട് പഠിക്കുമ്പോഴേ പൊട്ടാൻ ചെയ്യും. മാഷെന്താ മാഷ വിളിച്ചെന്നെ? ഞാൻ എൻ്റെ ഈ മൊബൈലില് ഈ സ്റ്റാറ്റസ് ഇട്ടാല് എനിക്ക് കാണുന്നുണ്ട്, എന്നത് മറ്റുള്ളവർക്ക് കാണുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അത് മാഷ എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയില്ല മാഷ. അപ്പൊ ഇത് ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കാം മാഷെ. ഇവനെങ്ങനെ ഇതിനെ പറ്റില്ല അറിയൂ? അല്ലോ ഇല്ല, ഇത് വില കൂടിയ ഫോൺ. ആ പ്രശ്നം ഞാൻ നോക്കാം. എന്തും ആക്കില്ല നീ. ഓക്കെ അല്ലേ? ഇത് നീ എങ്ങനെ പഠിച്ചേ? വിവരവും വിദ്യാഭ്യാസം രണ്ടും രണ്ടല്ലേ മാഷെ. മാഷക്ക് അറിയുന്നതൊന്നും എനിക്കറിയില്ല. എനിക്കറിയുന്ന പലതും മാഷക്കും അറിയില്ലല്ലോ. അഖിലേഷേ, ഓ വരുന്നാല് ആയി മാഷെ.